നമ്മുടെ ശശികുമാറും അതുപോലെ SUCIയുടെ ഷാജർ ഖാനും ഉൾപ്പെടുന്ന ഒരു സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ ഫോറം, യൂണിവേഴ്സിറ്റിയിലെ സേവ് എഡ്യൂക്കേഷൻ ഫോറം വിദ്യാഭ്യാസത്തെ രക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫോറമാണ്. അവർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഗവർണർക്ക്. ഗവർണർ അത് പരിശോധിക്കാൻ VC കൊടുത്തിരിക്കുന്നു. VC അത് പരിശോധിക്കാൻ രജിസ്ട്രാർ കൊടുത്തിരിക്കുന്നു. രജിസ്ട്രാർ അത് പരിശോധിക്കാൻ വില്ലേജ് ഓഫീസറിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ പ്രോസസ്സാണ്. എന്താ വിഷയം? AKG സെൻറ്റർ അനുവദിച്ചത് ശരിക്കും AK ആൻ്റണിയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയവും ശത്രുതയൊക്കെ പറയും. AKG സെൻറ്ററിന് സ്ഥലം അനുവദിച്ചത് AK ആൻ്റണിയാണ്. AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗവൺമെൻറ് CPM അപേക്ഷ കൊടുക്കുന്നു. 15 സെൻറ്റ് അനുവദിച്ചു. പക്ഷേ അവിടെ ഇപ്പം 45 സെൻറ്റ് അവിഹിതമായിട്ട് എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. അത് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമായി കിടന്നത് പുറമ്പോക്ക സ്ഥലമായിട്ട് മാറിയെന്നും പിന്നെ അത് AKG സെൻറ്ററുകാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേസ്. ഞാൻ ശശികുമാർ സാറിനോടും ഷാജർ ഖാനോടൊക്കെ പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അവർ ഈ രാജ്യം ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഭരണത്തിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ ആകപ്പാടെ CPM ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് AKG സെൻറ്ററിൻ്റെ സ്ഥലം അവർക്കങ്ങ് വിട്ടുകൊടുക്കുക. അത് ചെറിയ ഫീസ് എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇനി പൈസ വല്ലതും വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ചെറിയ പൈസ എങ്ങനെ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് അത് വിലയാധാരമാക്കി കൊടുക്കുക. അല്ലാതെ അതിൻ്റെ പുറത്തിനി കിടന്നിട്ട് വലിയ വിവാദവും തർക്കവും ബഹളങ്ങളൊന്നും വേണ്ട. കാരണം എന്തായാലും അവർ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു. നിരവധി വർഷങ്ങളായിട്ട് അവരവിടെ ആഫീസായി പ്രവർത്തിക്കുന്നു. അത് കയ്യേറിയതാണോ കയ്യേറിയതല്ലയോ എന്നുള്ള വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ നോക്കി തർക്കങ്ങൾ ഉണ്ടാക്കാതെ, പ്രത്യേകിച്ച് BJP കൊണ്ടുവച്ചിരിക്കുന്ന BJPക്കാരനായിട്ടുള്ള RSSകാരനായിട്ടുള്ള ഒരു ഗവർണർ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കുത്തിത്തിരിപ്പിലൂടെ ഇതൊക്കെ കയറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരാം. പക്ഷെ അതൊന്നും വേണ്ട. നമുക്ക് എന്തായാലും സതുദ്ദേശത്തിലായിരിക്കും ശശികുമാർ സാറും ഷാജർ ഖാനും ഒക്കെ പരാതി കൊടുത്തത്. കാരണം ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയണം എന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും സതുദ്ദേശപരമാണെങ്കിലും നിജസ്ഥിതിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതങ്ങ് വിട്ടുകൊടുക്കുക. അതവർ നടത്തട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്തുള്ള കണ്ണായ സ്ഥലങ്ങളെല്ലാം ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ മതസംഘടനകൾക്ക് പലതും തുടങ്ങുന്നതിന് പല കാലഘട്ടത്തിലും പലരുടെയും സ്വാധീനത്താൽ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും പൈസയൊന്നും കിട്ടിയിട്ടില്ല. എന്തുമാത്രം സ്ഥലങ്ങളാണ് ഈ കണ്ണായ സ്ഥലങ്ങളാണ്. സെൻറ്ററുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സെൻറ്ററുകൾ നടത്തുന്നുണ്ടോ? അച്യുതമേനോൻ സെൻറ്റർ, ഓരോരുത്തരും ഓരോ നേതാക്കളും മരിക്കുമ്പോൾ അവരെ പേരിൽ സെൻറ്ററുകൾ കൊടുക്കും. എന്നാൽ ഒരു അച്യുതമേനോൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പൂജപ്പുരയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരുപാട് പേരിൽ ഇങ്ങനെ സെൻറ്ററുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വല്ലത് വർക്ക് ചെയ്യുന്നുണ്ടോ? ചുമ്മാ സ്ഥലം കൊടുത്തു. കണ്ണായ സ്ഥലം തിരുവനന്തപുരത്ത് കോടിക്കണക്കിന് രൂപ വില കിട്ടുന്ന സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നല്ല, എന്തെങ്കിലും മെമ്മോറിയൽ നടക്കുന്നു. മുണ്ടശ്ശേരി മാഷ് മെമ്മോറിയൽ, അങ്ങനെ തുടങ്ങി എത്രയാണ് പേരുടെ പേരിൽ, നയനാരുടെ പേരിൽ, മുണ്ടശ്ശേരിയുടെ പേരിൽ, അതുപോലെ തന്നെ വെളിയം ഭാർഗവൻ, ഇങ്ങനെ കുറേ ആളുകൾ, പിന്നെ കാനൻ രാജേന്ദ്രൻ തുടങ്ങി സകല നേതാക്കളുടെ പേരിലും കുറേ പേരുകൾ കൊടുത്തു. ബാക്കിയുള്ളവരുടെ പേരിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠന ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് സത്യൻ മെമ്മോറിയൽ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പക്ഷേ ഒന്നും ഈ അവർ ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ സംഭാവനയോ അവരെക്കുറിച്ചുള്ള മ്യൂസിയമോ അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിന് കൊടുക്കലോ ഒന്നുമില്ല. അതെല്ലാം ഒരുതരം സർക്കാർ സംവിധാനത്തെ, സർക്കാർ പണവും സർക്കാർ ലാൻഡും വാങ്ങുന്നതിനുള്ളൊരു പരിപാടിയായിട്ടാണ് പോകുന്നത്. അതൊന്നും നമ്മളിപ്പോൾ വിലയിരുത്തി ചർച്ച ചെയ്തുകൊണ്ട് തീരുന്ന വിഷയമല്ല. എന്തായാലും AKG സെൻറ്റർ അവർക്ക് തന്നെ കൊടുക്കുക. യൂണിവേഴ്സിറ്റി ഫോറം തൽക്കാലം, എഡ്യൂക്കേഷൻ ഫോറം തൽക്കാലം അതിൽ നിന്ന് പിന്മാറുക.